കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഈ ശനിയാഴ്ചയുടെ പകൽക്കാലം ഇവിടെ നിന്നും ഈവനിങ്ങിൽ ഇന്ത്യയിൽ നിന്നും കയറുവാൻ ഇടയാക്കിയല്ലോ. ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസവും കടന്നു വരുന്നത് നമുക്ക് തോന്നും അവിചാരിതമായിട്ടാണെന്ന്. ദൈവത്തിനൊന്നും അവിചാരിതമില്ല. എല്ലാം ദൈവത്തിനെല്ലാം പ്രീ പ്ലാനിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഓരോ സംഗതിയും നമ്മുടെ ജീവിതം ആരംഭിക്കും. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായ സമയത്ത് നമ്മളെപ്പറ്റിയുള്ളതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മളെവിടെ ജനിക്കണം, നമ്മളെവിടെ പാർക്കണം, നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം അവൻ്റെ പുസ്തകത്തിലുണ്ട്. നമുക്കിതൊക്കെ അവിചാരിതമായിട്ട് തോന്നും. ദൈവത്തിന് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പിന്നെ പഴയ നിയമം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകമൊക്കെ ദൈവം കൊടുക്കുന്ന ഓരോ ഓരോ നിയമങ്ങളും മോശയോട് പറയുമ്പം ഇന്നിന്ന പ്രകാരം ഉണ്ടാക്കണം. ഇപ്പം ആലയത്തിലെ ഉപകരണങ്ങൾ എങ്ങനെയാണ്, എവിടെയാണ് മേശ വെക്കേണ്ടത്, മേശയിൽ എന്തോ വെക്കണം, എങ്ങനെയാണ് പിന്നെ വിളക്കുണ്ടാക്കേണ്ടത്, അതെങ്ങനെ അടിച്ചു പണിയണം, എല്ലാം കൃത്യമായിട്ടാണ് ദൈവം പിന്നെ അതിൻ്റെ അളവുകളും അതിൻ്റെ തൂക്കങ്ങളും അതിൻ്റെ നിർമ്മിതികളും എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദൈവത്തിനൊരു കൃത്യതയുണ്ട്. നമ്മൾ മനുഷ്യരെ പോലെയല്ല. മനുഷ്യൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ മനുഷ്യൻ വാക്ക് പറഞ്ഞ്, എന്നാൽ യഹോവയായ ദൈവം മാറാത്തവനാണ്. അതുകൊണ്ടാണ് അവന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പ്രാർത്ഥിക്കാത്ത ആരുമില്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാത്ത ചില വിഷയങ്ങൾ നമ്മൾ പറയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ വിഷയത്തിന് നമുക്കുള്ള ഉത്തരവാദിത്വം പോലെ ആർക്കും ഉത്തരവാദിത്വമില്ല. ഒരു 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 കുഞ്ഞിന് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ പറ്റി എനിക്കുള്ള ഭാരം പോലെ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഭാരമില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെൽപ്പാണ്. ഇപ്പൊ കർത്താവ് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളെ പറ്റിയാണ്, ആ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, അതിനെപ്പറ്റി ചില വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്കത് ഞാൻ വായിക്കാൻ പോകുന്ന മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35 തൊട്ട് 37 വരെയുള്ള വാക്യങ്ങളാണ്. സൂസൻ സിസ്റ്റർ ഇറങ്ങിയായിരിക്കും. അവനെ കണ്ടപ്പോൾ അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. മതി സിസ്റ്ററെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഈ വചനം നിന്റേതാണ്. കർത്താവേ, എൻ്റെ ബുദ്ധിയിൽ നിന്നല്ല, നിന്റെ വചനം ഉള്ളതുപോലെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആ കൃപയ്ക്കനുസരിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണം. വചനം നിന്റേതാണ്, അത് തന്നെ വിവാഹിച്ചു കൊടുക്കുന്നത് നീയാണ്. നീ ഇതിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കർത്താവ് പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്നാണ് ഇത് പറയുന്നത്. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. അതൊരു കർത്താവിൻ്റെ ഒരു ഹാബിറ്റായിരുന്നു ഈ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒരു സംഗതി റെപ്പറ്റേറ്റീവായിട്ട് ഓരോന്നും ഇന്ന് ചെയ്യുന്ന ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന 9 മണിക്ക് ജോലിക്ക് പോകുന്ന ഒരു ഹാബിറ്റാണ് നമ്മുടേത്. അല്ലേ എന്തെങ്കിലും സംഗതി ചെയ്യുന്ന ഒരു ഹാബിറ്റ്. കർത്താവിൻ്റെ ഒരു ഹാബിറ്റായിരുന്നു ഇത്. ചിലരെ പറ്റി നമ്മൾ പറയത്തില്ല, അത് അവൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു സ്വഭാവമായിരുന്നു കർത്താവിൻ്റെ. അത് 4 സുവിശേഷങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഈ കർത്താവ് പ്രാർത്ഥിച്ചത് എപ്പോഴായിരുന്നു, ഏത് അവസരത്തിലാണ് പ്രാർത്ഥിച്ചതെന്ന്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ. അങ്ങനെയല്ല ദൈവമക്കളെ, അത്യാവശ്യം വരുമ്പോഴല്ല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ കർത്താവ് ഒരു സ്വഭാവമാക്കിയിരുന്നത് പോലെ നമ്മളും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവമാക്കണം. അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഏകാന്തതയിൽ. കാരണം നമ്മൾ ഈ തിരക്കിനിടയിലെല്ലാം ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല. നമ്മൾ സമയം ഉണ്ടാക്കി, സമയം കണ്ടെത്താനായിട്ട് മനുഷ്യൻ പാടുപെടുമ്പം സമയം കണ്ടെത്തുകയല്ല, സമയം ഉണ്ടാക്കി ദൈവസന്നിധിയിൽ നമ്മൾ ചെലവഴിക്കണം. കർത്താവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ പിതാവുമായിട്ട്
നിരന്തരമായിട്ട് സംസർഗം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന് ആ, ഓരോ ദിവസവും രോഗികളെ സൗഖ്യമാക്കുവാന്, ഭൂതങ്ങളെ ഓടിക്കുവാന്, ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ ബലവും കൃപയും ലഭിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ സാധാരണ മനുഷ്യരായി നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ നമ്മുടെ സമയം ചെലവഴിക്കണം. മാത്രമല്ല ഏർലി മോർണിംഗിലുള്ള ഈ പ്രെയർ, അത് മറ്റുള്ള ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുക. അത് ഹിന്ദുക്കൾക്ക് പോലും വലിയൊരു ഇതാണ്. യാമാരംഭത്തിൽ, അത് സൂര്യോദയത്തിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് ജീവിച്ചിരുന്ന ഭൂമിയിലായിരുന്ന സമയം സൂര്യോദയത്തിന് മുമ്പ് ഒരു ഏകാന്ത സ്ഥലത്ത് പോയി. അങ്ങനെ പല ഭക്തന്മാരും ഏകാന്തതയിൽ പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണേലും കേരളത്തിലൊക്കെ ആണേലും ഏർലി മോർണിംഗിൽ പിന്നെ മലയിലൊക്കെ പോയി നിന്ന് പിന്നെ ഇങ്ങനെ മൈക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുള്ള ഭക്തന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ സാധു സുന്ദർ സിംഗ് തൻ്റെ ചെറുപ്പകാലത്താണല്ലോ കർത്താവിനെ താൻ സ്വീകരിച്ചത്. ഏകാന്തതയിൽ, അതായത് വനാന്തരങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളുണ്ട്. ഈ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ഒരു പുലി കടന്നു വന്നപ്പോഴേക്ക് അതിൻ്റെ ആ പ്രകാശം കൊണ്ട് പുലി ഓടിപ്പോയെന്ന്. കാരണം ദൈവസന്നിധിയിൽ കഴിക്കുന്ന ആ സമയം നമ്മൾ പ്രകാശിതരായിരിക്കും. മോശ യഹോവയുടെ സന്നിധിയിൽ കഴിച്ചിട്ട് വന്നപ്പോഴേക്ക് മോശയെ നോക്കാനായിട്ട് ജനം ഭയപ്പെട്ടു. കാരണം ആ മോശയുടെ മുഖത്തിന്റെ തേജസ് കാരണം. ത്വക്ക് പ്രകാശിച്ചു. ആ ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ദൈവത്തിന്റെ തേജസ് നമ്മളിലേക്ക് വ്യാപരിക്കുന്നു. അതാണ് നമ്മൾ ഏകാന്തതയിൽ ദൈവമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴുള്ളത്. തൻ്റെ ജീവിത സമയത്ത് ആ, കർത്താവ് എന്തുവാ, മീറ്റിങ്ങുകളൊക്കെ നടന്നിരുന്ന സമയത്ത് താൻ സമയം വേറിട്ട് സമയം ഉണ്ടാക്കി അതിന് പോയി ഏകാന്തതയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഏഹ്, ദൈവം കർത്താവായ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്ന കർത്താവിന് പ്രാർത്ഥന അത്യന്താപേക്ഷിതമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം അതിനെപ്പറ്റി പാഴ് പണ്ട് പണ്ടുള്ള പിന്നെ ഭക്തന്മാര് അവർ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ സമയം ഉണ്ടാക്കി പ്രാർത്ഥിക്കണം. എന്നെ ഓർക്കുന്നുണ്ട്, ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഗഡുപിടിയിൽ എഴുന്നേറ്റ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അങ്ങനെയല്ല. അന്നത്തെ ദിവസത്തിൻ്റെ ആരംഭം നമ്മൾ കർത്താവിന് കൊടുക്കണം. നമ്മൾ ദിവസത്തിൻ്റെ ആരംഭം കർത്താവിന് കൊടുക്കുമെങ്കിൽ അന്നത്തെ ദിവസം എല്ലാം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതാണ് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ക്രിസ്തു എന്ന തലയോളം വളരണം. അവൻ നമ്മുടെ മാതൃകാ പുരുഷൻ. നമുക്ക് മാതൃക കാണിച്ചു തന്നേച്ച് പോയിരിക്കുവാണ്. അപ്പം ക്രിസ്തു കാണിച്ച മാതൃകയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ നമ്മുടെ മോഡല്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന എങ്ങനെ? നമുക്ക് എന്തോലും ആവശ്യം വരുമ്പോഴേക്ക് പറയും, എന്തോലും അത്യാഹിതം വരുമ്പോൾ, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു കാര്യം എന്തോലും വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെയല്ല ദൈവമക്കളെ. നമ്മുടെ സമയം നമ്മൾ ഏകാന്തതയിൽ ദൈവവുമായിട്ട് ചെലവഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അനുഗ്രഹം വരുന്നത്. അവൻ അങ്ങനെ ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, അപ്പം തന്നെ ദൈവം നമുക്ക് ഉത്തരം തന്നില്ലേലും നമുക്കതിനൊരു പരിഹാരമുണ്ട്. നമ്മളെ ക്ലിയർച്ച് നിർത്താൻ, ശാന്തതയോടെ നിർത്തുവാനായിട്ട് ദൈവം സഹായിക്കുന്നത് നമ്മുടെ ആ പ്രാർത്ഥന കൊണ്ടാണ്. നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് പെർഫെക്റ്റായിട്ട് ജീവിച്ച് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവ് ഒരിക്കൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ആരെന്നെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്നു. അത്രയും ഇതായിട്ട് കർത്താവ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ താൻ നിഷ്കളങ്കനായിരുന്നു, പാപരഹിതനായിരുന്നു. എങ്കിൽ കൂടെയും ഓരോ ദിവസവും പ്രവർത്തിക്കാനായിട്ട്, രോഗികളെ സൗഖ്യമാക്കാന്, ഭൂതങ്ങളെ ഓടിക്കുവാന്, ശുശ്രൂഷിക്കുവാന്, അത്ഭുതങ്ങൾ നടക്കുവാനും ഒക്കെ ദൈവത്തിന് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കടന്നുപോയി പ്രാർത്ഥിക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ചാലാണ് ഈ മനുഷ്യരായ നമുക്ക് ശക്തി ലഭിക്കുന്നത്. ശക്തി ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാ അപ്പൊ അത് പറഞ്ഞു കേട്ടിട്ടില്ലേ? പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി കേന്ദ്രം, ഉറവിടം, ശക്തിയുടെ ഉറവിടം. മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ്?
ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ച് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ വാക്കുകൾ കർത്താവിന്റെ വാക്കുകളായിരിക്കും. നമ്മൾ ഭൂതത്തെ വിട്ടുപോകാൻ പറഞ്ഞ ഭൂതം വിട്ടുപോകും. രോഗിയുടെ ആമേൻ മേൽ ആമേൻ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ ആമേൻ സ്തോത്രം സാധിക്കും. അത് വെറുതെ വെറുതെ പറഞ്ഞാൽ സംഭവിക്കത്തില്ല. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തില് ഭൂതം വിട്ടുപോകാനായിട്ട് സ്കേവ പുരോഹിതന്റെ 7 മക്കൾ പോയി പ്രാർത്ഥിച്ചു. ഭൂതങ്ങൾ പറഞ്ഞ എന്താ? പൗലോസിനെ എനിക്കറിയാം, കർത്താവിനെ അറിയാം, പക്ഷെ നിങ്ങളാരാ നിങ്ങളാർക്ക് എന്ന് പറഞ്ഞ് അതുപോലെ നമ്മൾ ദൈവവചനത്തിൽ അടിസ്ഥിത അനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും നമ്മൾ ഉത്തരം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് നമുക്ക് വിടുതലുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ മല്ല് പിടിക്കുന്നവരായിരിക്കണം. ആമേൻ സ്തോത്രം യാബോക്ക് കടലിന്റെ തീരത്ത് വെച്ച് പിന്നെ ഹാരാനിൽ നിന്ന് യാക്കോബ് വന്നിട്ട് തൻ്റെ സകലത്തെയും അക്കരെ കടത്തി താൻ ഏകനായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഏകനായിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് അവിടെ ദൈവദൂതനായിട്ട് ഇറങ്ങി വന്ന് ആമേൻ സ്തോത്രം അവിടെ എന്തോ യാക്കോബ് മല്ല് പിടിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. വിടുകയും അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ഇൻറ്റൻസ് പ്രയർ ആയിരിക്കണം. നമ്മൾ മല്ല് പിടിക്കുക, നമ്മൾ പിന്നെ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യാന്ന് പറയുന്നത്. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര കണ്ണും കാതും കാലും എല്ലാം നമ്മൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഇൻറ്റൻസ്. അതുപോലെ തന്നെ കർത്താവ് പ്രാർത്ഥിച്ച വേറൊരു ഇൻറ്റൻസ് പ്രയറിനെ പറ്റി നമ്മൾ ഗദസമനയിൽ കാണുന്നുണ്ട്. തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് വീണു എന്ന് പറഞ്ഞു കർത്താവുമായിട്ട് തൻ്റെ പിതാവുമായിട്ട് ഇൻറ്റൻസ് അവിടെ മല്ല് പിടിക്കുകയാണ്. നീ ഇതൊന്ന് മാറിപ്പോകണം കർത്താവെ, ഈ കപ്പ് എൻ്റെ കയ്യിൽ നിന്നൊന്ന് എടുത്തു മാറ്റണം എന്നിട്ട് പറഞ്ഞ് എടുത്തു മാറ്റാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ നീ അത് എനിക്ക് എടുത്തു മാറ്റുന്നില്ലെങ്കിൽ അതിനുള്ള കൃപ തരണം. അവിടെയാണ് ഒരു ദൂതൻ വന്ന് കർത്താവിനെ ബലപ്പെടുത്തിയെന്ന് നമ്മൾ അങ്ങനെ കർത്താവിന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഇത്രമാത്രം ഇൻറ്റൻസ് പ്രയർ. പഴയ നിയമത്തിൽ അനേക ഭക്തന്മാര് ഇൻറ്റൻസ്, അതായത് വളരെ തീവ്രമായിട്ട് ദൈവത്തെ അന്വേഷിച്ചതായിട്ട് ദൈവവചനത്തിൽ കാണുന്നുണ്ട്. നമുക്ക് വേറൊരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14:23. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അതെ, ആ 14:23 കാണുന്ന ഈ സുവിശേഷങ്ങളിലെല്ലാം കർത്താവ് പ്രാർത്ഥിച്ച വിധങ്ങളെ പറ്റിയൊക്കെ കാണുന്നില്ല. തൻ്റെ ആ ശുശ്രൂഷ എല്ലാം തികച്ചിട്ട് തൻ്റെ പിതാവുമായിട്ട് ആ നിരന്തരമായിട്ടുള്ള ആ പിന്നെ സംസർഗത്തിന് വേണ്ടി പിന്നെ അടുത്ത ആ ബലം, ശക്തി, ആ ഒരു എന്താ പറയേണ്ടത്, തനിക്ക് പിന്നെ ഒരു പിന്നെ നമ്മൾ ക്ഷീണിച്ച് ദാഹിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡറോ അല്ല ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്കൊരു ശക്തി എന്ന് പറഞ്ഞ പോലെ ദൈവസന്നിധി പിതാവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നതായിരുന്നു ദൈവത്തിന്. അതെ, അവന് മറ്റൊരു ഇല്ലായിരുന്നു. താൻ ഈ ലോകത്തിൽ കടന്നു വന്നത് പാപികളെ വിളിക്കാനും പിന്നെ രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഒക്കെയാണ്. എന്നാൽ അത് തനിക്ക് മനുഷ്യനായിട്ട് തന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ സ്ഥാനത്താണ് പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് ഇടയ്ക്ക് ലഭിക്കുന്ന അല്പസമയം. അപ്പം നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മളിപ്പം 3 നേരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊന്ന് മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് അല്പസമയം ലഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവുമായിട്ട് ചെലവഴിക്കാൻ തരും. ഈ ഏകാന്തത എന്ന് പറയുന്ന പലർക്കും പല വിധത്തിലാണ്. കർത്താവിനായ ഏകാന്തത എന്ന് പറഞ്ഞാൽ തന്നെ കൂടെ ഇരിക്കുന്നു, ഒരു ശിഷ്യന്മാർ കൂടെ നിൽക്കുന്നു, രോഗികൾ തന്നെ ആകാംക്ഷയോടെ തൊടാനായിട്ട് കാക്ഷിക്കുന്നു, തൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യവാക്കുകൾ കേൾക്കാൻ അനേകർ. അപ്പം ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് അല്പസമയം താൻ വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, വേറിട്ടിരുന്നു. അപ്പം നമ്മളും അതുപോലെ നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവാണ്. നമ്മൾ വേറിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാം ഈ ബഹളങ്ങളുടെയൊക്കെ ഇടയ്ക്ക് നിന്ന് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ദൈവസന്നിധിയിൽ വേറിട്ട് പ്രാർത്ഥിക്കണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതെന്താ, ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതിരിക്കണം. ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫോൺ വരുന്നത്. അന്നേരം ഫോണൊന്നെടുത്തു
അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ വിളിച്ചു കതവിനൊന്ന് കൊട്ടി നമ്മൾ പോയി. അപ്പോൾ ഒക്കെ എന്താ നമ്മുടെ ശ്രദ്ധ അവിടുന്ന് മാറിപ്പോകും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഈ ഏകാന്തത എന്ന് പറയുന്ന പലർക്കും പലതാണ്. കർത്താവിന് ഏകാന്തത എന്ന് പറഞ്ഞത് ആ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ഇരിക്കാനായിട്ട്. നമുക്ക് ഏകാന്തത എന്ന് പറയുന്നത് ഇപ്പം ഈ പിന്നെ റിട്ടയർ ഒക്കെ ആയിരിക്കുന്നവർക്ക് ഏകാന്തത എന്ന്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഏകാന്തത എന്ന് പറയുന്ന അവർക്കൊരു വിരസതയാണ്, മടുപ്പാണ്. എന്നാൽ ജോലിയുടെ സമയത്ത് നമുക്കൊരു ഇച്ചിരി സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെയായിരുന്നു കർത്താവിന്. ജോലിക്ക് ചെയ്തുകൊണ്ടിരുന്ന സംഗതികളിൽ തനിക്ക് അല്പസമയം കിട്ടുമ്പോഴേക്ക് ചിലപ്പം ശിഷ്യന്മാരെ കൊണ്ടുപോകും. മിക്കവാറും കർത്താവ് തനിയാണ് മലയിൽ കയറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, താൻ ഏത് വലിയ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ആ ബലം ഏറ്റെടുത്തിട്ടാണ് സംഗതികൾ ചെയ്തത്. നമുക്കങ്ങനെ മാതൃക തന്നില്ല. നമ്മളെല്ലാ സംഗതിയിലും ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനോട് നമ്മൾ ആലോചന ചോദിക്കുന്നവരായിരിക്കണം. പലപ്പോഴും നമ്മൾ എടുത്തിയാടി ഓരോന്ന് ചെയ്യും ആദ്യം, എന്നിട്ട് പറയും കർത്താവെ അത് ചെയ്യണം, ഇത് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മൾ ദുഃഖിക്കാറില്ലേ? ആ സമയത്ത് ദൈവസന്നിധിയിൽ നമ്മൾ ആ വിഷയം വെച്ചിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തെങ്കിൽ ആ വിഷയത്തിന്മേൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യം വരത്തില്ല. ദൈവം അതിനൊരു പരിഹാരം നമുക്ക് തരും. അപ്പം ഈ ചിലർക്ക് പിന്നെ ഏകാന്തത എന്ന് പറയുന്നത് ലോൺലിനെസ് ആണ്. ചിലർ അങ്ങനെ ലോൺലി ആയിട്ടിരിക്കുമ്പോഴാണ് ഓരോരുത്തരും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നതും അങ്ങനെയുള്ള അവസരം. എന്നാൽ ഏകാന്തത എന്ന് പറയുന്നത്, ഏകാന്തമായിട്ട് നമ്മൾ സമയങ്ങൾ വേറിട്ട് ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നതിന് ഏകാന്തത. പിന്നെ അതുപോലെ തന്നെ ആ ആർത്തിയോടെ പലരും കർത്താവിനെ തൊടാനും കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ കേൾക്കാനും ഒക്കെ ഇരുന്നാലും കർത്താവ് ആ സമയമാകുമ്പോഴേക്ക് പറയും, ആ വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമുണ്ട്. അതുപോലെ ആമേൻ. ശിഷ്യന്മാരോടും പറയും, നിങ്ങൾ ഇത്രയും നേരം ഇരുന്നതല്ലേ, നിങ്ങളും അല്പം ആശ്വസിച്ചു കൊള്ളുവാനായിട്ട്. അപ്പോൾ നമ്മുടെ തിരക്ക് മാത്രമല്ല, ഈ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ അല്പം സമയം ചെലവഴിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ വായിക്കും, നമ്മുടെ ഫോക്കസ് എവിടെയായിരിക്കുന്നെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് പിന്നെ യാക്കോബ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ പോകേച്ചകളിൽ ചെലവഴിക്കേണ്ടതിന് അല്ലാതെ ധ്യാനിക്കുക കൊണ്ടൊന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പിന്നെ തോമസ് ബ്രദർ പറഞ്ഞ പോലെ ആത്മാക്കളുടെ വിടുതലിന്, അല്ലെങ്കിൽ രോഗികൾ സൗഖ്യമാകേണ്ടതിന്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മീറ്റിങ്ങുകൾ നടത്തിയാൽ നമ്മൾ വിതച്ച വിത്ത് തക്ക സമയത്ത് അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ. അല്ല എനിക്ക് അത് തരണേ, ഇത് തരണേ, അപ്പം തരണേ, ചോറ് തരണേ, അങ്ങനെയല്ല. ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ജാഗരിക്കുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ആമേൻ. സ്തോത്രം, സ്തോത്രം. അപ്പൊ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്തായിരിക്കണം, ഒരു പറയുന്ന ഊന്നുവടി. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ആത്മീയവർദ്ധന വരുത്തേണ്ടത്. ഓരോ വചനം വായിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ പോലെ ആയിരിക്കേണ്ടതിന് നമുക്കത് പറ്റും ദൈവമക്കളെ. കാരണം ഈ ലോകത്തിന്റെ ചിന്ത, പിന്നെ വചനം വിതച്ചപ്പോൾ വിത്ത് വിതയ്ക്കുന്നവന്റെ കാര്യം കർത്താവ് പറഞ്ഞു. ഈ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നെങ്കിലും അത് ലോകത്തിന്റെ ചിന്തകളാൽ അതുകൾ നമ്മളെ ഞെരുക്കിക്കളയുന്നു. അങ്ങനെയല്ല, ദൈവസന്നിധിയിൽ നമ്മൾ ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ മല്ല് പഠിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. നമുക്ക് വേറൊരു വാക്യം കൂടെ വായിക്കാം. സഫന്യാവ് 3:17. പിന്നെ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. എന്താ അതായത് പഴയ നിയമത്തിൽ കർത്താവ് നമ്മളിൽ ആനന്ദിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ നമ്മളോട് ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോവുകയും ചെയ്യും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെയല്ല, ദൈവഹിതത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ
നമുക്ക് പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നു. ഇവിടെ ഈ പിന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലെ 14-ന്റെ 36-37 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് എന്ന് പറഞ്ഞ് ഇവരെല്ലാം പറഞ്ഞ്, നീ ഇത്രയും ജോലിയൊക്കെ കിടക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് നീ ഇവിടെ വന്ന് പിന്നെ വിശ്രമിക്കുകയാണോ എന്ന് ഒരു പരാതി പറയുന്ന പോലെ നമുക്ക് തോന്നാം. അങ്ങനെ പരാതി പറഞ്ഞെങ്കിൽ പോലും ഈ പ്രശ്നങ്ങളുടെ നടുവിൽ സമയം വേറിട്ട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ദൈവത്തിനുണ്ടായിരുന്നു. അവനെ പിൻപറ്റുന്ന നമുക്കതിന് കഴിയും ദൈവമക്കളെ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ഒന്ന് മാറ്റണം. നമ്മുടെ പ്രയോറിറ്റി എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ? നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വീട് മേടിക്കാനും നമുക്ക് അത് വേണം ഇത് വേണം അതിനു വേണ്ടിയാണോ നമ്മുടെ പ്രയോറിറ്റി? അതോ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയാണോ? അതോ നമ്മുടെ കരങ്ങളിൽ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് സംഭവിക്കുന്ന, നമ്മളൊരു രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകണം, നമ്മളെ കണ്ടാൽ ഭൂതങ്ങൾ പുറത്താകണം. ചില ഞാൻ വായിച്ചിട്ടുണ്ട്, ചില ദൈവദാസന്മാരൊക്കെ കടന്നു പോകുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുമെന്ന്. അപ്പം നമ്മൾ വായിച്ചിട്ടില്ലേ, ഒരു കാലത്ത് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നെ പത്രോസ് നടക്കുമ്പം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നവൻ ആ ദൈവ തേജസ്സുമായിട്ടാണ് കടന്നു പോകുന്നത്. പത്രോസിന്റെ നിഴല് വീഴുന്നിടത്ത് രോഗികൾ സൗഖ്യമായി എന്ന് കാണുന്നു. കാരണം അത് ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. നമ്മളീ പോകുന്ന വഴിക്ക് ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല, നമ്മൾ ക്രിസ്ത്യാനിയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വചനം നമ്മൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഷെയർ ചെയ്യണം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുള്ള ഉത്തരവാദിത്വം പോലെ വേറെ ആർക്കുമില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവർ പ്രാർത്ഥിക്കും. സൂസൻ സിസ്റ്ററിൻ്റെ ഒരു വിഷയം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. എന്നാൽ സൂസൻ സിസ്റ്ററിൻ്റെ ആ ഹൃദയത്തിൻ്റെ ഭാരം എനിക്കില്ല. അത് ദൈവമക്കൾ നമ്മൾ മനസ്സിലാക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ നാളുകളിൽ നമ്മുടെ ഫോക്കസ് എന്തായിരിക്കുന്നു? നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ പ്രാർത്ഥനാ സമയം, അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് അത് ജീവിതത്തിന് വലിയ വിടുതലാണ്. അതിരാവിലെ എഴുന്നേൽക്കാൻ നമ്മൾ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ല, ചർച്ചിൻ്റെ പ്രയർ 5:30 ഉണ്ട്. ആദ്യമൊക്കെ അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും അതൊരു അനുഗ്രഹമാണ്, സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. സകല ചരാചരങ്ങളും പക്ഷിമൃഗാദികൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളെ നിർമ്മിച്ച നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് അനുഗ്രഹമാണ്. കർത്താവ് സമയം കണ്ടെത്തി എന്നല്ല, സമയം ഉണ്ടാക്കി, തൻ്റെ തിരക്കുകളുടെ ഇടയിൽ സമയം ഉണ്ടാക്കി വേറിട്ടിരുന്ന് ഏകാന്തതയിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ സമയം കഴിച്ചു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, സാധാരണക്കാരായ നമ്മൾ എത്രമാത്രം സമയം കണ്ടെത്തുകയല്ല, സമയം ഉണ്ടാക്കി ദൈവസന്നിധിയിൽ നമ്മൾ ചെലവഴിക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് മണിക്കൂറുകൾ സംസാരിക്കാനുണ്ട്. പ്രാർത്ഥനയുടെ പ്രോമിസൊക്കെ അത് ദൈവം അവസരം തരുന്ന പോലെ പിന്നീട് ഒരിക്കലും നമുക്ക് സംസാരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.